ഹലോ. ഇന്ന് കേരളം ഒട്ടാകെ കാത്തിരിക്കുന്ന ഒരു വിധിയാണ് നടി പീഡന കേസ്. ഈ നടി ആക്രമിക്കപ്പെട്ട രാത്രി, നടി പീഡിപ്പിക്കപ്പെട്ട രാത്രി, ഈ നടി ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട് 8 വർഷമായി. 8 വർഷം മുമ്പ് നടന്നൊരു സംഭവമാണ്. നമ്മളാരും അത് മറന്നിട്ടുണ്ടാവില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ നടി പീഡന കേസ് നടി ആരാണെന്നും ഇതിൻ്റെ അക്യൂസ്ഡ് ആരാണെന്നും നമുക്കറിയാം. വേർഡിക്റ്റ് ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. പക്ഷേ 8 വർഷം മുമ്പ് നടന്നൊരു സംഭവം. ഇവിടെ ഒരു പ്രമുഖ നടിയാണ്. ആക്ച്വലി അക്യൂസ്ഡ് ആൻഡ് ടീം ഓർത്തത് എന്താണെന്നോ, ഇവർ മിണ്ടാതിരിക്കുന്നു, നാണക്കേട് കാരണം ഇവരത് മിണ്ടാതിരിക്കുന്നു. ബട്ട് ഷി വാസ് സോ സ്ട്രോങ്. അവർ ഈ ലൈം ലൈറ്റിൽ നിൽക്കുന്ന ഒരു പേഴ്സണാലിറ്റിയാണ്. ഇത് അവർ എത്രമാത്രം ബാധിക്കും നെഗറ്റീവ്ലി എന്ന് അറിഞ്ഞിട്ടും ഷീ ചോസ് ടു സ്പീക്ക് ഔട്ട്. അവർ സംസാരിച്ചു. അവരെ സൈലൻസ് ചെയ്യാൻ പറ്റിയില്ല. അതാണ് അക്യൂസ്ഡിന് അക്കിടിയായത്. അവർ സംസാരിച്ചു. സിനിമ ഫ്രട്ടേണിറ്റിയിൽ മാത്രമല്ല, ഒരുപാട് പേര് അവർക്ക് ധൈര്യം പകർന്ന് അവരുടെ കൂടെ നിന്നു, ഇൻക്ലൂഡിങ് അവരുടെ ഫിയാൻസെ, അതായത് അവർ കല്യാണം കഴിക്കാൻ പോകുന്ന ആൾ. 8 വർഷമായി. ജസ്റ്റിസ് ഡിലേഡ് ഇസ് ജസ്റ്റിസ് ഡിനൈഡ് എന്ന് നമ്മൾ പറയും. പക്ഷേ എന്നാലും ഈ കാലയളവിൽ ഒരുപാട് സംഭവങ്ങൾ നടന്നു. അവൾ വിവാഹിതയായി. അവൾ വീണ്ടും സിനിമയിലോട്ട് തിരിച്ചു വന്നു. വേറൊന്നുമല്ല, അവൾക്ക് സങ്കടം മറക്കാൻ വേണ്ടിയൊന്നുമല്ല, അവളുടെ സ്വപ്നങ്ങളിൽ ആ ഒരു രാത്രിയിലെ സംഭവം തകർക്കരുത് എന്നുള്ളൊരു തോന്നൽ അവൾക്കുണ്ടായത് കൊണ്ടായിരിക്കാം. പിന്നെ അവൾക്ക് നല്ലൊരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടായി കാണാം. ഇപ്പോൾ വേർഡിക്റ്റ് എന്തായാലും ശരി, ഓക്കെ, ഈ പറയുന്ന അക്യൂസ്ഡും നല്ല രീതിയിലൊക്കെ സിനിമയിലൊക്കെ അഭിനയിച്ച് എല്ലാവരും അവരവരുടെ കാര്യങ്ങൾ. പക്ഷേ ഇതിൻ്റെ ദ പേഴ്സൺ ഹൂസ് മെയിൻലി റെസ്പോൺസിബിൾ, അവളെ ഉപദ്രവിച്ചവൻ ജയിലിലാണ്. ബട്ട് ലീവ് ദാറ്റ് സൈഡ്. ഓക്കെ, ഈ കുട്ടിയുടെ കാര്യം എടുക്ക്. ഇന്ന് വേർഡിക്റ്റ് അവൾക്കെതിരെ വന്നാലും, അവൾക്ക് ഒരു അനുകൂലമായ ഒരു വിധി വന്നാലും ആ മുറിപ്പാടുകൾ ഒരിക്കലും മാറാൻ പോകുന്നില്ല. മരണം വരെ, അല്ലേ, മരണം വരെ അന്ന് നടന്ന സംഭവം മനസ്സിലുണ്ടാവും. ഓക്കെ, ഹീലിംഗ് സ്കാർ വൈസ്, അതായത് ആ മുറിവുകൾ ഉണങ്ങിയിട്ടുണ്ടാകും, പക്ഷേ ആ വേദന അത് ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കും. പക്ഷേ എന്നാലും തളരാതെ അവൾ പോരാടിയില്ലേ. നമ്മൾ എന്തോരം സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. ഇങ്ങനെയൊക്കെ വരുന്നവർ ആത്മഹത്യ ചെയ്യുന്നു, അല്ലെങ്കിൽ അവർ നിരന്തരം. ഈ കുട്ടി എന്തെല്ലാം അനുഭവിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഈ സുഹൃത്തുക്കൾ എന്ന് പറയുന്നവർ തന്നെ തിരിഞ്ഞു കുത്തിയിരിക്കാം. അവളുടെ പുറകിൽ അവളെ കുറ്റപ്പെടുത്തലുണ്ടാവാം. നീയും അവനും ഒരുമിച്ചായിരുന്നില്ലേ, ഇനി അതിനുശേഷമല്ലേ നിങ്ങളിപ്പോൾ എനിമീസ് ആയത് എന്ന് പറയുന്നവരുണ്ടാവും. എന്തൊക്കെയായാലും ഒരു സ്ത്രീയോട് ഇങ്ങനെ ചെയ്തത് തെറ്റായിപ്പോയി. ഓക്കെ, എന്നാലും കോർട്ട് റൂമിൽ ഇന്ന് എന്ത് വിധി നടന്നാൽ എന്താണ്? ഓക്കെ, അന്ന് അവൾ ആ അനുഭവിച്ചതിന് കയ്യും കണക്കുമില്ല. പക്ഷേ നമ്മളും ഒരു രീതിയിൽ സപ്പോർട്ട് ചെയ്തു. കാരണം നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നു. ഒരു പ്രശ്നം നടക്കുമ്പോൾ നമ്മൾ എപ്പോഴും വിക്ടിമിൻ്റെ കൂടെയാണ്. പക്ഷേ ആ പ്രശ്നം തീരുമ്പോഴേക്കും നമ്മൾ അടുത്ത വിക്ടിം അവരുടെ പ്രശ്നങ്ങളായിട്ട് പോകും. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇതിങ്ങനെ നീണ്ടു നിന്നതുകൊണ്ട് നമ്മൾ നടി പീഡിപ്പിക്കപ്പെട്ട കേസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. സോ അറ്റ്ലീസ്റ്റ് നമുക്ക് അതെങ്കിലും ചെയ്യാം. ഇനി ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ഈ വിക്ടിംസിനെ മറക്കാതെ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം. അറ്റ്ലീസ്റ്റ് സം വോയിസസ് വിൽ ബി ഹേർഡ് ആൻഡ് നോട്ട് സൈലൻസ്ഡ്. സോ ഹാറ്റ്സ് ഓഫ് ടു ദിസ് ലേഡി ഫോർ ഹർ റെസിലിയൻസ്. ആൻഡ് എല്ലാം നല്ലതിനാണ് എന്ന് വിശ്വസിക്കാം. അവർ പീഡിപ്പിക്കപ്പെട്ടത് നല്ലതിനെന്നല്ല, വിധി അവർക്ക് അനുകൂലമോ പ്രതികൂലമോ ആയാലും ശരി, എല്ലാം നല്ലതിന്.